ബഹുമാന്യരായ മന്ത്രിമാർ, ശ്രീ CP ജോൺ, ശ്രീ റോജി M ജോൺ, ഇവിടെ എന്നോടൊപ്പം സംസാരിക്കുന്ന അഡ്വക്കേറ്റ് രാഖി രവികുമാർ, ബഹുമാന്യായ പ്രിൻസിപ്പൽ ഡോക്ടർ ചിത്ര നായർ, എൻ്റെ സഹപ്രവർത്തക ശ്രീമതി അഫ്സാന പർവീൻ, ഇവിടെ സന്നിഹിതരായ ബഹുമാന്യരായ അധ്യാപകരെ, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, ഇന്ന് ബിരുദ പഠനം ആരംഭിക്കുന്ന നവാഗതരായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ പറയേണ്ടതായ കാര്യങ്ങളെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിൽ വ്യക്തിഗത താല്പര്യം ചെലുത്തുന്ന നമ്മുടെ നേതാക്കളായ ശ്രീ CP ജോണും ബഹുമാന്യനായ എൻ്റെ മന്ത്രി ശ്രീ റോജി ജോണും പറഞ്ഞു കഴിഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. ഏതാണ്ട് 8 വർഷം സർവകലാശാലകളെയും പിന്നീട് 3 വർഷത്തോളം ഇതര അക്കാഡമിക് സ്ഥാപനങ്ങളെയും അതിൻ്റെ ലീഡർഷിപ്പ് പൊസിഷനിൽ നയിച്ച ശേഷമാണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ വരുന്നത്. മറുവശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഗവൺമെന്റിനെ കുറിച്ച് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഒരു നിയോഗമാണെന്ന് വിചാരിക്കുന്നു, നല്ലതാണെന്ന് വിചാരിക്കുന്നു. കാരണം മറുവശത്തുള്ള കാഴ്ച അറിയാവുന്നതുകൊണ്ട് അപ്പുറത്തെ കൺസ്ട്രെയിൻഡ് സാധ്യതയും നമുക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ചുമതലയിൽ ഈ ഒരു പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കുക, ഫലപ്രദമാക്കുക എന്നുള്ളൊരു ചുമതലയാണ് നമ്മൾ നിർവഹിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഒരു കപ്പാസിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയതിൽ സന്തോഷമുണ്ട്. ഇവിടെ പറയപ്പെട്ടതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസം അതിന് താഴെയുള്ള പടവുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അത് അത്യാവശ്യം നിങ്ങളുടെ വ്യക്തിഗത സിദ്ധികളെ ചലഞ്ച് ചെയ്യുന്നത്, വെല്ലുവിളിക്കുന്നത് കൂടിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഉന്നത കലാലയത്തിലെ യാത്ര പ്രതികൂലമായ കാലാവസ്ഥകളും കൂടി ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ അനുഭവത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഔന്നത്യമാർന്ന അറിവിലേക്ക് നിങ്ങൾ നടന്നെടുക്കുമ്പോൾ നിങ്ങളുടെ കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ പോരായ്മകളും വെളിപ്പെടും. ആ ഘട്ടത്തിൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം ആ പ്രഷർ ഓഫ് ലേണിംഗ്, അതായത് കോളേജിലെ എല്ലാ ദിവസവും സോങ്, ഡാൻസ്, ഡ്രാമ ആൻഡ് ഹാപ്പിനെസ് ആയിരിക്കുമെന്ന് ധരിക്കരുത്. അൺലെസ് യു ആർ ഫീലിംഗ് ദ പ്രഷർ ഓഫ് ലേണിംഗ്, റിയാലിറ്റി ഈസ് ദാറ്റ് യു ആർ നോട്ട് ലേണിംഗ് ഇനഫ്. അത് ശ്രദ്ധിച്ചോണം. അത് ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു പ്രകടനം കിട്ടുന്ന ഒരു ആൻസർ ഷീറ്റ് ആയിക്കോട്ടെ, അധ്യാപകരുടെ വിമർശനം ആയിക്കോട്ടെ, അത് ആത്യന്തികമായിട്ട് നിങ്ങളുടെ പഠനം ആഴത്തിലുള്ളതാക്കാനും നിങ്ങളെ കൂടുതൽ സ്ഫുടീകരിച്ച ലേണേഴ്സ് ആക്കാനും പഠിതാക്കളാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതൊരു ഖണ്ഡന വിമർശനമല്ല. അതിൽ എൻ്റെ ആദ്യത്തെ അനുഭവം, ഞാൻ പ്രീ ഡിഗ്രിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അന്നത്തെ ഡിസ്റ്റിങ്ഷൻ, ഞാൻ 90 പ്രീ ഡിഗ്രി, 90 പ്രീ ഡിഗ്രി പാസ്സായി. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ആ ബാച്ചിലെ കോഹോർട്ടിൽ ഏറ്റവും നല്ല സ്കോറുള്ള വിദ്യാർത്ഥിയാണെന്നുള്ള ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സെമിസ്റ്ററിൻ്റെ ഗ്രേഡ് വന്നപ്പോൾ ബയോകെമിസ്ട്രി പാസ്സായിട്ടില്ല. അന്ന് 60 വേണം, 60 ഔട്ട് ഓഫ് 100 വേണം പാസ്സാകാൻ. 58 അപ്പോൾ എൻ്റെ സ്കോർ ചെയ്ത് ഞങ്ങൾക്ക് അന്നൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്ന് ഈ കലാലയങ്ങളെല്ലാം പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന സെമസ്റ്റർ, ഗ്രേഡ് സെമസ്റ്റർ സിസ്റ്റവും 5 ഇയർ പ്രോഗ്രാമാണ്. അതിന്റെ 100% ഇന്റേണൽ ഇവാലുവേഷൻ ബേസിസിലാണ് ഞങ്ങളൊക്കെ വന്നത് സെമസ്റ്റർ സിസ്റ്റത്തിൽ. അത് കോഴ്സ് എടുക്കുന്ന കോഴ്സ് ടീച്ചറും കോഴ്സ് ടീച്ചറുമാണ് പ്രാക്ടിക്കവും തിയറിയും വാല്യൂ ചെയ്യുന്നത്. അവരുടെ അപ്രീതി ഉണ്ടെങ്കിൽ ആ കോഴ്സ് ജയിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ആ സാഹചര്യം ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ ഈ സെമസ്റ്റർ CSS ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ സെമിനാറിൽ പങ്കെടുത്തപ്പോൾ അന്ന് അവിടെ ഇരുന്ന ഒരുപാട് അധ്യാപകർ എന്നോട് വാദിച്ചു, ഈ ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അധ്യാപക സമൂഹത്തിന് നിഷ്പക്ഷമായിട്ട് ചെയ്യാൻ പറ്റുകയില്ലെന്ന്. ഞാൻ അവസാനം അവരോട് പറഞ്ഞു, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ 100% ഞാൻ എടുത്ത മുഴുവൻ ക്രെഡിറ്റ്സും 300-400 ക്രെഡിറ്റ് അണ്ടർ ഗ്രാജുവേറ്റിൽ എടുത്തത്, എന്നെ വാല്യൂ ചെയ്തത് ആ സെമിസ്റ്ററിൽ പഠിപ്പിച്ച ആൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ പ്രൊഫസർ സുരേന്ദ്രനാഥൻ നായർ, അത് മരിച്ചുപോയി, ബയോകെമിസ്ട്രിയുടെ പ്രൊഫസറായിരുന്നു. അപ്പൊ ഈ പേപ്പേഴ്സ് ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഒരു പ്രക്രിയയുണ്ട്. അവിടുത്തെ സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് നേരിട്ട് തരണമെന്നാണ് ആൻസർ സ്ക്രിപ്റ്റ്. അദ്ദേഹം നേരിട്ട് തരികയും എന്തുകൊണ്ട് സ്കോർ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അത് സാധാരണ പ്രൊഫസറുടെ റൂമിൽ വിളിച്ചിട്ട് ആൻസർ സ്ക്രിപ്റ്റ് കാണിച്ചു. അപ്പൊ എനിക്ക് അന്നേ ഈ ഉഴപ്പിന്റെ ഒരു ചെറിയ അസുഖം ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ 2 മാർക്കേ കുറവുള്ളൂ, സോ ഇഫ് യു ഗിവ് ഇറ്റ് ടു മീ, ഐ വിൽ മേക്ക് ഇറ്റ് അപ്പ് ഇൻ സെമസ്റ്റർ 2. ഞാൻ സെമസ്റ്റർ 2 ഞാൻ ബയോകെം ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു, പ്രീ ഡിഗ്രിയുടെ സ്കോറിൽ എത്രയാ കെമിസ്ട്രിയുടെ സ്കോർ? ഒരു
സെന്റം ഒരു പെർഫെക്റ്റ് സ്കോറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ സ്കോറുകാരന് ഈ ആൻസർ സ്ക്രിപ്റ്റ് പോരാ പറഞ്ഞു. അത് പറഞ്ഞു, യു ബി വിത്ത് മീ ഇൻ ദ സെക്കൻഡ് സെമിസ്റ്റർ ഓൾസോ. അപ്പൊ 2ാം സെമിസ്റ്റർ ക്ലാസ്സിൽ പോകണ്ട, യു ഓൺലി നീഡ് ടു കീപ് കോൺടാക്ട് വിത്ത് ഹിം ആൻഡ് അപ്പിയർ ഫോർ ദി എക്സാംസ്. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, യു ബി വിത്ത് മീ ഇൻ ദ സെക്കൻഡ് സെമിസ്റ്റർ, ലെറ്റ് മീ സീ യുവർ സ്ക്രിപ്റ്റ് അഗൈൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ആ നിമിഷം ഒരു പേപ്പർ പോയല്ലോ എന്നൊരു വിഷമമുണ്ട്. പക്ഷെ ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. കാരണം ഇറ്റ് ഹിറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ മീ ഇൻ ബയോകെമിസ്ട്രി. ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ബയോകെമിസ്ട്രി. അതൊരു ചലഞ്ചായിട്ട് എടുത്ത് അത് 3rd ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും മോളിക്കുലർ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ആയി, ബയോടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ആയി. അവസാനം അന്ന് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റുകൾ, മാസ്റ്റേഴ്സ് ഇൻ ബയോടെക്നോളജിയിൽ 4 സീറ്റേ ഉള്ളൂ. ICAR ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 സ്കോളർഷിപ്പ് ഉള്ള സീറ്റുകളിൽ ബയോകെമിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ അതിലൊരു സീറ്റ് എനിക്ക് കിട്ടുന്നതിലാണ് അത് കലാശിച്ചത്. ഞാൻ പറഞ്ഞത്, ആദ്യത്തെ സെമിസ്റ്ററിലെ പേപ്പർ എഴുതുമ്പോൾ ഒരു പേപ്പർ പോയി എന്നുള്ളത് വെച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വിധി ആണെന്ന് വിചാരിക്കരുത്. ഇത് ടീച്ചർ ഈസ് ചാലഞ്ചിങ് യു ഹിയർ ടു ഡു മോർ ആൻഡ് ഡു ബെറ്റർ. അത് മനസ്സിൽ വെക്കണം, തളർന്നു പോകരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 2ാമത്, ഹയർ എഡ്യൂക്കേഷൻ ആസ് ഇറ്റ് ഈസ് ഡിസൈൻഡ്, അതിന്റെ ഗുണങ്ങളും കുറവുകളോടും കൂടി ഞാൻ പറയുകയാണ്. 2 തലത്തിൽ വർക്ക് ചെയ്യും. വൺ ഈസ് ഹെൽപ്പ് യു ഇൻ ദ ട്രാൻസാക്ഷണൽ വേൾഡ്. The second is your presence in the transformational world. 2 നിങ്ങളത് ഗ്രഹിക്കണം. അത് ഒരു തലത്തിൽ ഞങ്ങൾ ഗവൺമെന്റ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. അതായത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ തൊഴിൽ നേടുന്നു, നിങ്ങളൊരു തൊഴിൽ ചെയ്ത് സമൂഹത്തിൽ മൂല്യം കൂട്ടുന്നു, നിങ്ങൾ സമൂഹം റിവാർഡ് ചെയ്യുന്നു, നിങ്ങൾ ധനികനാകുന്നു, നിങ്ങൾക്ക് കുടുംബം ഉണ്ടാകുന്നു, സമൂഹത്തിൽ പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നു. ഇതൊരു ട്രാൻസാക്ഷൻ ലെവലാണ്. പക്ഷെ ഇത് കുറച്ച് ആന്തരികമായ ട്രാൻസ്ഫോർമേഷൻസും ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഫേസിൽ സംഭവിക്കണം. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിനകത്തോട്ട് ഇപ്പം കടക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ അതിൻ്റെ ഒരു സംക്ഷിപ്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ആന്തരിക നേത്രവും ഇതിനകത്ത് വളരണം. ആന്തരികമായ ഒരു നേത്രമുണ്ട്. നമ്മൾ പുറത്തോട്ട് നീട്ടിയിരിക്കുന്ന ഈ ചക്ഷുസ് പോലെ ഈ കണ്ണുകൾ നമ്മുടെ ആന്തരിക പ്രക്രിയയും കൂടെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കണം. അതിനകത്ത് പല തലങ്ങളുണ്ട്. ചിലരതിനെ ആത്മീയത എന്നൊക്കെ വിളിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. ബട്ട് യു ഷുഡ് ബി കേപ്പബിൾ ഓഫ് എക്സാമിനിങ് യുവർ സെൽഫ്. ടോൾസ്റ്റോയ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്. അതിനൊരു ചക്ഷുസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിലേ നിങ്ങളുടെ ഈ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ലോകത്ത്, വ്യാവഹാരിക ലോകത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ പെരുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ആവശ്യത്തിന് ചിന്താധീനരാക്കണം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഫേസ് എന്ന് അർത്ഥം. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. കേരളത്തിൽ ഇപ്പോ ഉന്നത വിദ്യാഭ്യാസം നമ്മളിപ്പം CMS കോളേജിന്റെ സ്ഥാപന വർഷമാണ് എടുക്കുന്നതെങ്കിൽ 210 വർഷമായി. 1817 ആദ്യമായിട്ട് CMS മിഷൻ ഒരു ഇംഗ്ലീഷ് സെക്കുലർ കലാലയം, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഇംഗ്ലീഷ് മാധ്യമമുള്ള കലാലയം കൊണ്ടുവരുന്നത്. പിന്നെ 834 ആയപ്പോൾ ഇത് വന്നു, ഗവൺമെന്റ് സർക്കാർ സ്കൂൾ വന്ന് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രാക്തന രൂപം. കുട്ടികൾ അറിയാൻ വേണ്ടി പറയുകയാണ്, 1937 നവംബർ 1 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസഫിലിയേറ്റ് ചെയ്ത് വളരെ പ്രശസ്തമായ ഐൻസ്റ്റൈനെ വൈസ് ചാൻസലർ ആക്കാനുള്ള ആ സംഭവത്തെക്കുറിച്ച്, അതിനു ശേഷം CP രാമസ്വാമി അയ്യർ ദിവാൻ വൈസ് ചാൻസലറായിട്ട് നവംബർ 1, 1937 കേരള യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുമ്പോൾ, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ദാറ്റ് ഈസ്, അന്ന് 10 കോളേജുകളാണ് മദ്രാസിൽ നിന്ന് ഡിസഫിലിയേറ്റ് ചെയ്തത്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പൊ എത്ര കുട്ടികൾ അന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഹൺഡ്രഡ്സ് ആണ്. അതിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഞാനും ബഹുമാന്യനായ മന്ത്രിയൊക്കെ ചേർന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന 13 ലക്ഷം. അതിൽ 6 ലക്ഷത്തോളം പെൺകുട്ടികളുമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ചലഞ്ച്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഒരു മാറ്റത്തിന്റെ, ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഘട്ടത്തിൽ ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റാഗിംഗ് ഒന്നും പാടില്ലെങ്കിലും ഇറ്റ് ഈസ് എ പ്ലേസ്, ഈ ഹയർ എഡ്യൂക്കേഷന്റെ സ്പേസ് എന്ന് പറയുന്നത്, ആ മൈൻഡ് സ്പേസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾസോ ഫോർ യു ടു എമർജ് ആസ് എ ലേണർ ആൻഡ് ചാലഞ്ച് യുവർ ഡിസിപ്ലിൻ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. ഇതൊരു ഗോത കൂടിയാണ്, അതുകൂടെ കാണണം. അത് സഹകരണം മാത്രമല്ല, ഇതിനകത്തൊരു നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് നിങ്ങളുടെ വൈജ്ഞാനിക മേഖലയിൽ നിങ്ങളൊരു ചലഞ്ചർ കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സ്വന്തമായ ഡിസ്കവറീസും സ്വന്തമായിട്ടുള്ള തിയറൈസേഷൻസും സ്വന്തം ക്രിട്ടിക്കൽ തിങ്കിങ്ങും, ഇതാണല്ലോ ഈ ഡോക്ടറിൽ എന്നൊക്കെ പറയുന്ന ആ കളരി നമ്മൾ കൊടുക്കുന്നതല്ല അതിനാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു നിങ്ങളൊരു ഒരു യാത്ര നടത്തി ഒരു സ്ഥലത്ത് ചെല്ലുക എന്നുള്ളത് മാത്രമല്ല,
ഇവിടെ നേരത്തെ സ്ലൈഡുകളിൽ കാണിച്ച പ്രതിപാദനന്മാർ പിന്നിട്ട പാതകൾ നോക്കിയാൽ അവരിൽ ഒരു സജീവമായിട്ടുള്ള ഒരു ലേണറും ഒരു ചലഞ്ചറും കാണും. ആ ഒരു അറിവിന്റെ മണ്ഡലത്തിലെ ഒരു ചലഞ്ചറായി മാറാനും കൂടി നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോൾ സാധിക്കണം. എല്ലാ വിജയാശംസകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി നേരുന്നു. ഇന്നിവിടെ എന്നെ ക്ഷണിക്കാനും സംസാരിക്കാൻ അല്പസമയം തന്നതിനും എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.